നമസ്കാരം. ഇപ്പോൾ 3-4 ദിവസമായിട്ട് നന്ദഗോവിന്ദം ഭജൻസ് അവരൊരു ക്ഷേത്രത്തിൽ ക്രിസ്തീയ ഗാനം പാടിയതിനെക്കുറിച്ചുള്ള ചർച്ച നടക്കുന്നുണ്ട്. ശരി, കേരളത്തിൽ മൊത്തം മതേതരന്മാരാണ്. ഹിന്ദുക്കളുടെ കാര്യത്തിൽ മാത്രം മതേതരന്മാരും ക്രിസ്ത്യൻസും മുസ്ലിംസിൻ്റെ കാര്യത്തിൽ മതേതരത്വം കാണിക്കുന്നില്ല. അപ്പോൾ ഈ ഹിന്ദുക്കളുടെ കാര്യത്തിൽ മാത്രം മതേതരത്വം പറയുന്ന നമ്മുടെ സുഹൃത്തുക്കളോട് ഒരു വാക്ക്, അതിനകത്തൊരു എക്സാമ്പിളായിട്ട് പറയുന്നുണ്ട്. ശബരിമലയിൽ ക്രിസ്ത്യാനിയായ യേശുദാസ് പാടിയ ഹരിവരാസനം കേട്ടാണ് അയ്യപ്പൻ ഉറങ്ങുന്നതെന്ന്. ശരിയാണ്, ക്രിസ്ത്യാനി പാടിയ ഹരിവരാസനം പാടിയാണ് അയ്യപ്പൻ ഉറങ്ങുന്നത്. അല്ല ക്രിസ്ത്യാനി പാടിയ ഹല്ലേലൂയ ഹല്ലേലൂയ സ്തോത്രം കേട്ടോ, മുസ്ലിംസിൻ്റെ അല്ലാഹു അക്ബർ കേട്ടോ അല്ല അയ്യപ്പൻ ഉറങ്ങുന്നത്. പാടിയത് ആരാണ് എന്നുള്ളതല്ല, എവിടെ എന്ത് പാടി എന്നുള്ളതാണ് മുഖ്യം. ഇവർ നന്ദഗോവിന്ദം ഭജൻസ് എന്ന് പറയുന്നത് ഭജനം മാത്രം പാടുക, ജനങ്ങളെ ആകർഷിച്ചു, ജനങ്ങളുടെ മെഡിറ്റേഷൻ ഏകോപിപ്പിച്ചു, ജനങ്ങളിലേക്ക് ഭക്തി നിറയ്ക്കുന്ന ഒരു സംവിധാനമാണ് ഭജൻസ്. അതിന് പകരം ഇവർ ചെയ്യുന്നത് ഭജനയെ ഗാനമേള, ഒരു പ്രത്യേക രീതിയിലുള്ളൊരു ഗാനമേളയാക്കി മാറ്റുകയാണ്. ആ ഗാനമേളയാക്കി മാറ്റി ആ രീതിയിലാണ് ഇവർ എല്ലാ ക്ഷേത്രങ്ങളിലും പോയി പാടുന്നത്. യഥാർത്ഥത്തിൽ അതും തെറ്റാണ്. ഇപ്പോഴും നമ്മൾ പല പാട്ടുകളും പാടിയിട്ടുണ്ട്. കൃഷ്ണനെ, അവർ ഏറ്റവും കൂടുതൽ കൃഷ്ണനെ കുറിച്ചാണ്, ഏത് ദൈവത്തെക്കുറിച്ചാണെങ്കിലും ആ ഭജനയല്ല അവർ പാടുന്നത്. അവർ ജനങ്ങളെ, ഇപ്പോഴത്തെ ജനങ്ങളുടെ പുതുതലമുറകളുടെയും അല്ലെ ജനങ്ങളെയും ഒന്ന് പിടിച്ചിരുത്താനുള്ള പുതിയൊരു സംവിധാനം ഉപയോഗിച്ച് അവർ പാടുകയാണ്. ഭജനകൾ നമ്മൾ എത്രയോ കേട്ടിട്ടുണ്ട്. ഓച്ചിറ അമ്പലത്തിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഭജന എങ്ങനെയാണ് പാടുന്നതെന്നുള്ളത്. അതുപോലെ നമ്മുടെ ക്ഷേത്രങ്ങളിലെല്ലാം ഭജന, ഇവരല്ലാതെ എത്രയോ ഭജന ഗ്രൂപ്പുകൾ വരുന്നുണ്ട്. അവരുടെ പാട്ടുകൾ ശ്രദ്ധിച്ച് നോക്കൂ. ആ പാട്ടുകളെല്ലാം നമുക്ക് വ്യക്തമായിട്ട് അറിയാൻ പറ്റും. അപ്പോൾ ഈ ഭജനയെ ഒരു സിനിമാ പാട്ട് ലെവലിലേട്ടാക്കി സിനിമാ പാട്ടിൻ്റെ ട്യൂൺ നൽകി അവർ മാറ്റിയെടുത്ത്, അപ്പോൾ അതിനെ ഭജന എന്ന് പറയാൻ പറ്റില്ല. ഇപ്പോഴീ മതേതരത്വം പറയുന്ന ആളുകളോട് ഇവരെ ഇന്നേ വരെ ഏതെങ്കിലും ഒരു പള്ളി കമ്മിറ്റിക്കാരോ നന്ദഗോവിന്ദം ഭജൻസിനെ ഒരു ക്രിസ്ത്യൻ പള്ളിക്കാർ വിളിച്ചു ഞങ്ങളുടെ പള്ളിയിൽ നിങ്ങളുടെ പരിപാടി അവതരിപ്പിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു മുസ്ലിം പള്ളിയിൽ മുസ്ലിം കാൻഡിഡേറ്റ് പള്ളി കമ്മിറ്റിക്കാർ ഇവരെ വിളിച്ചിട്ട് ലക്ഷങ്ങൾ പൈസ കൊടുത്തിട്ട് നിങ്ങളുടെ ഭജന ഇവിടെ നടത്തണം, നിങ്ങളുടെ നന്ദഗോവിന്ദം ഭജൻസിൻ്റെ പരിപാടി ഇവിടെ നടത്തണം എന്ന് ആരെങ്കിലും അവരെ വിളിച്ചിട്ടുണ്ടോ? ഇല്ല. പൊട്ടന്മാരായ മതേതരന്മാരായ ഹിന്ദുക്കളുടെ അമ്പലങ്ങളിലും ക്ഷേത്രങ്ങളിൽ വന്ന് ഹിന്ദുക്കളുടെ നിന്ന് പിരിച്ചത്, ഹിന്ദുക്കളായ ഓരോ വ്യക്തികൾ വീടുകളിൽ നിന്നും ഇത്ര രൂപ മാസം ഒരു പ്രോഗ്രാമിന് വേണ്ടി, അമ്പലത്തെ ഉത്സവത്തിന് വേണ്ടി ഇത്ര രൂപ ബഡ്ജറ്റ് ഇട്ടിട്ട് എല്ലാ വീട്ടുകാരും അത് കൊടുക്കുകയും വേണം. അത് കൊടുത്തില്ലെങ്കിൽ അത് കുടിശ്ശിക എഴുതിയിട്ട് അവരുടെ കല്യാണത്തിന് വീട്ടിലെ മറ്റുള്ള ആവശ്യങ്ങളോ അമ്പലത്തിൽ നിന്ന് എന്തെല്ലാം ആവശ്യം വരുമ്പോൾ സമീപിക്കുമ്പോൾ ഈ ബാലൻസ് തുക മൊത്തം കളക്ട് ചെയ്യും. കല്യാണത്തിന് പത്രിക വേണമെങ്കിലോ വീട്ടിലെ മരണമോ വേറെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഇവർ പങ്കെടുക്കണമെങ്കിൽ ഈ കുടിശ്ശികൾ മൊത്തം അടുത്തതിന് ശേഷം അവർ തരുത്തുള്ളൂ പത്രികകളൊക്കെ. അപ്പം ഹിന്ദുവിൻ്റെ പണം തന്നെയാണ്, ബലമായി പിടിച്ചെടുത്ത പണങ്ങൾ തന്നെയാണ്. അല്ലാതെ ആരും സംഭാവന കൊടുത്തില്ലെന്ന് പറയുന്നില്ല. സംഭാവനയായിട്ട് കൊടുത്ത പൈസ ഉപയോഗിച്ചുകൊണ്ട് മാത്രമല്ല, ഇവരുടെ പറയുന്നത് ലക്ഷങ്ങളായ പൈസ കൊടുത്തിട്ട് വിളിപ്പിച്ച് വേണ്ട സൗകര്യങ്ങളെല്ലാം അറേഞ്ച് ചെയ്ത് കൊടുത്തു. LED ലൈറ്റ് ഡെക്കറേഷൻ, മൈക്ക് സെറ്റിങ്സ്, ഇതെല്ലാം അതിന് തന്നെ ലക്ഷങ്ങളാകും. ഇതെല്ലാം കൊടുത്തു ഇവരെ വിളിച്ച് ഭജനം ചെയ്യിപ്പിക്കുന്നത് ഹിന്ദുവിൻ്റെ ക്ഷേത്രത്തിൽ ഹിന്ദുക്കൾക്ക് ഇഷ്ടപ്പെട്ട പാട്ട് പാടുന്നതിന് വേണ്ടി മാത്രമാണ്. ഹിന്ദുക്കൾ പറയുന്ന പാട്ട് പാടാനും ഹിന്ദുക്കൾക്ക് ഇഷ്ടപ്പെട്ട പാട്ട് പാടാനും വേണ്ടി മാത്രമാണ്. അല്ലാതെ ക്ഷേത്രത്തിൽ വന്ന് അവർക്ക് ഇഷ്ടപ്പെട്ട മുസ്ലിം പാട്ട് പാടാനോ ക്രിസ്ത്യൻ പാട്ട് പാടാനോ അല്ല. ആദ്യം അത് മനസ്സിലാക്കുക. ക്ഷേത്രത്തിനകത്ത് ക്ഷേത്രത്തിൻ്റെ മര്യാദകൾ പാലിക്കുക, ക്ഷേത്രത്തിനെ സംബന്ധിച്ച കാര്യങ്ങൾ ചെയ്യുക. ഈവൻ ഒരു പോലീസുകാർക്ക് പോലും ക്ഷേത്ര ഭരണസമിതിയുടെ പെർമിഷൻ ഇല്ലാതെ ക്ഷേത്രത്തിനകത്ത് പ്രവേശിക്കാനുള്ള അനുവാദമില്ല. സുപ്രീം കോർട്ട് വരെ അതിൻ്റെ നിയമം നടപ്പിലാക്കിയിട്ടുണ്ട്. ഒരു ക്ഷേത്രത്തിലും പോലീസുകാർക്ക് പോലും ഒരു പ്രശ്നം ക്ഷേത്രത്തിനകത്തുണ്ടായാൽ കമ്മിറ്റിയുടെ അധികാരമില്ലാതെ അവർക്ക് കയറാനുള്ള അനുവാദമില്ല. അപ്പോൾ ഹിന്ദുവിൻ്റെ മാത്രമായ ക്ഷേത്രങ്ങളിൽ മറ്റുള്ളവൻ്റെ വരുമാനം ഉപയോഗിച്ചല്ല ഒരു ഹിന്ദു ക്ഷേത്രം വളർത്തുന്നതും. അവിടെ ഹിന്ദുവിൻ്റെ പണമാണ് ഗവൺമെൻറ്റിന് പോകുന്നത്. ഒരു ക്രിസ്ത്യൻസിൻ്റെ ഒരു മുസ്ലിംസിൻ്റെ പണം ഗവൺമെൻറ്റിന് പോകുന്നില്ല. ഹിന്ദുവിൻ്റെ പണം മാത്രമാണ് ഗവൺമെൻറ് ആവശ്യങ്ങൾക്ക് വേണ്ടിയും
നാടിൻ്റെ ഡെവലപ്മെൻറ്റിനും രാജ്യത്തിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയും ഉപയോഗിക്കുന്നത് ഹിന്ദുസിൻ്റെ പണം മാത്രമാണ്. അപ്പോൾ ഹിന്ദുസിൻ്റെ ക്ഷേത്രങ്ങളിൽ ഹിന്ദുവിൻ്റെ ആചാരപ്രകാരം അവരുടെ ആചാരം സംരക്ഷിച്ചുകൊണ്ട് ഹിന്ദുവിനെ മനോവികാരത്തെ വ്രണപ്പെടുത്താതെ ഉള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതും ഈ ക്ഷേത്രങ്ങളിൽ വരുന്ന ഓരോ വ്യക്തിയുടെയും കടമയാണ്. അല്ലാതെ കണ്ട എല്ലാവർക്കും വന്ന് തൂറി നിരങ്ങി പോകാനുള്ള ഒരു ഇടമല്ല എന്ന് ക്ഷേത്രങ്ങൾ എന്ന ആദി ഹിന്ദു പൊട്ടന്മാരായ നമ്മളെല്ലാവരും മനസ്സിലാക്കുക. നമ്മളെല്ലാവരും മതേതരത്വം പുഴുങ്ങിക്കൊണ്ട് നടക്കുന്നു. ഒന്ന് ആലോചിക്കുക, വേറെ ആരെങ്കിലും ഈ മതേതരത്വം പാലിക്കുന്നുണ്ടോ? മലപ്പുറത്തുള്ള ഒരു ഇലക്ഷൻ വന്നാൽ മലപ്പുറത്തുള്ള അംഗങ്ങളെല്ലാം മുസ്ലിം ആയിരിക്കണം. ഒരു ഹിന്ദു അവിടെ ഇലക്ഷന് ജയിക്കില്ല. ക്രിസ്ത്യൻ മജോറിറ്റി ഉള്ള ഏരിയയിൽ ഒരു ഹിന്ദു ജയിക്കില്ല. ഗുരുവായൂരിൽ പോലും ഒരു മുസ്ലിമോ അല്ല ക്രിസ്ത്യാനിയാണ് ജയിക്കുന്നത്, ഒരു ഹിന്ദു അല്ല. പൊട്ടന്മാരായ നമ്മളുടെ ഒരു ഹിന്ദു സ്ഥലത്ത് ഹിന്ദുക്കൾ തന്നെ ജയിച്ചേ പാടുള്ളൂ. ഒരു ക്ഷേത്രത്തിൻ്റെ ഡെവലപ്മെൻറ്റിന് ഹിന്ദുവാണ് മുന്നിട്ടിറങ്ങേണ്ടത്, അല്ല വേറൊരു ജാതിക്കാരനല്ല. അവരുടെ ക്ഷേത്ര കാര്യങ്ങളിലോ അവരുടെ പള്ളിക്കാര്യങ്ങളോ ഒന്നും മറ്റുള്ളവൻ്റെ യാതൊരു കാര്യത്തിലും ഒരു ഹിന്ദു ഇടപെടാൻ പോകുന്നില്ല. മതേതരന്മാരായ ഹിന്ദുക്കൾ ആർക്ക് വേണമെങ്കിലും കയറി കൊട്ടാവുന്ന ഒരു ചെണ്ടയാണ് ഹിന്ദുക്കൾ. ഈവൻ നമ്മുടെ ഇപ്പോഴ് അനൂപ് ഒരു വ്യക്തി, വലിയ ഹിന്ദുവിനെ സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്ന വ്യക്തി, നേരത്തെ എല്ലാം ഹിന്ദുവിന് സപ്പോർട്ട് ചെയ്തുള്ളൊരു വ്യക്തി, ഇപ്പോൾ ഹിന്ദുക്കളിൽ നിന്ന് ₹1 ചലഞ്ച് വാങ്ങി ഡെവലപ്പ് ആയപ്പോഴത്തേക്ക് അദ്ദേഹവും ഹിന്ദുവിനെതിരായി സംസാരിച്ചു തുടങ്ങി. അപ്പോൾ ഇതെല്ലാം നമ്മളെല്ലാം ഹിന്ദുക്കളായ ആളുകൾ മനസ്സിലാക്കേണ്ടതാണ്. മതേതരത്വം കൂടി നിന്ന കാശ്മീരിലെ പണ്ഡിറ്റുകളുടെ അവസ്ഥ ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. പണ്ഡിറ്റുകളെല്ലാം ഡൽഹി തെരുവുകളിൽ നടക്കുന്നു. അവിടെ ഒരു പ്രത്യേക കാറ്റഗറി മാത്രം വാഴുന്നു. അവർ മറ്റാരെ അവിടെ അനുവദിക്കുന്നില്ല. നരേന്ദ്രമോദി ഗവൺമെൻറ് വന്നതിന് ശേഷം അതെല്ലാം മാറ്റിയിട്ടുണ്ട്. പഹൽഗാം തീവ്രവാദ ആക്രമണം, ഹിന്ദുക്കൾ വന്ന ഓരോ വ്യക്തിയുടെ മുണ്ട് പൊക്കി നോക്കി അവൻ ഏത് ജാതിക്കാരനാണ് തിരിച്ചറിഞ്ഞതിന് ശേഷമാണ് വെടിവെച്ച് കൊന്നത്. ആ പെൺകുട്ടിയുടെ ആ രാമചന്ദ്രൻ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ മകളുടെ വീഡിയോ ഞാൻ ഇപ്പോഴും കാണുന്നുണ്ട്. അവർ പറയുന്നുണ്ട്, വ്യക്തമായിട്ട് വന്ന് ചോദിച്ച് ആരാണെന്ന് തിരിച്ചറിഞ്ഞതിന് ശേഷമാണ് വെടിവെച്ച് കൊന്നത്. ഹിന്ദുസിനെ മാത്രം തെരഞ്ഞു പിടിച്ചു. അപ്പോൾ അതൊക്കെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. എന്തുകൊണ്ടാണ് എല്ലാവർക്കും ഹിന്ദുക്കൾ മാത്രം ഒരു ശത്രുവായി മാറുന്നത്? ഹിന്ദുക്കൾ ആരെ ഉപദ്രവിക്കാൻ പോയിട്ടില്ല. നമുക്ക് ഇന്ത്യ അല്ലാതെ ഇന്ത്യയും നേപ്പാളും അല്ലാതെ വേറൊരു ഹിന്ദു രാജ്യമില്ല. എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഓടി ഒളിക്കാൻ ഒരു സ്ഥലം നമുക്ക് ഹിന്ദുക്കൾക്കില്ല. മതേതരന്മാരായ ഹിന്ദുക്കളെ മനസ്സിലാക്കുക. ഇതാരെങ്കിലും പറയുമ്പോൾ അപ്പോൾ അവനെ സോഷ്യൽ മീഡിയയിൽ കൂടെ അവനെ ചവിട്ടി താഴ്ത്താനല്ല ശ്രമിക്കേണ്ടത്. കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുക. വ്യക്തമായി നമ്മൾ ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കുക. അതുപോലെ ഓരോരുത്തർ പറയുന്നു, ഈ നന്ദഗോവിന്ദ ഭജൻസിൻ്റെ കാര്യങ്ങൾ വന്നപ്പോൾ ഒരു കമൻറ്റ് ഞാൻ കണ്ട്, നോർത്ത് ഇന്ത്യൻസിൻ്റെ കൂട്ട് വിവരമില്ലാത്തവരല്ല സൗത്ത് ഇന്ത്യൻസ് ഉണ്ട്. ഏറ്റവും വലിയ വിഡ്ഢികളാണ് സൗത്ത് ഇന്ത്യൻസ്. വിവരം ബോധമില്ലാത്ത ഏറ്റവും വലിയ മരക്കഴുതകൾ. ഏതൊരു വ്യക്തിക്കും വളരെ എളുപ്പം വഞ്ചിക്കാനും ചതിക്കാനും വിവരക്കേടുകൾ പറഞ്ഞാൽ വിശ്വസിക്കാനും പറ്റുന്ന ആളുകളാണ് സൗത്ത് ഇന്ത്യയിലുള്ളത്. ഓരോ നോർത്ത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ IAS IPS ഇറങ്ങി വരുന്നത് എവിടെ നിന്നാണ്? നല്ല നീറ്റ് എക്സാമിന് നല്ല മാർക്ക് കിട്ടുന്ന കുട്ടികൾ എവിടെ നിന്നാണ്? ഏറ്റവും കൂടുതൽ കുട്ടികൾ നീറ്റ് എക്സാമിന് പാസ്സായി ഡോക്ടർമാരായി വരുന്നതെല്ലാം വടക്കേ ഇന്ത്യയിൽ നിന്നാണ്. വലിയ IT കോഴ്സുകളിൽ ITI പാസ്സായി IT മലയാളികളൊക്കെ ഒരു സൗത്ത് ഇന്ത്യയിലെ വ്യക്തികൾക്ക് കടന്നു ചെല്ലാൻ പറ്റാത്ത ഉയർന്ന മേഖലകളിൽ ഉദ്യോഗ മേഖലകൾ ഇരിക്കുന്നതെല്ലാം നിങ്ങളൊക്കെ പറയുന്ന ബുദ്ധിയില്ലാത്ത നോർത്ത് ഇന്ത്യൻസിലെ ആളുകളാണ്. കേരളത്തിലുള്ളവർക്ക് എല്ലാവർക്കും ബുദ്ധി കൊണ്ടാണല്ലോ നിങ്ങളൊക്കെ പറയുന്നത്. എല്ലാ സ്ഥലത്തും ബുദ്ധിയുള്ളവരും ബുദ്ധിയില്ലാത്തവരും ഉണ്ട്. അതെങ്ങനെ വിനിയോഗിക്കുന്നു എന്നുള്ളതാണ് മുഖ്യം. നോർത്ത് ഇന്ത്യയിൽ നമ്മുടെ നാട്ടിലെ സിസ്റ്റമല്ല നോർത്ത് ഇന്ത്യയിലൊക്കെ. അവിടെയൊക്കെ വില്ലേജായിട്ടാണ്. ഇപ്പോഴും ഡെവലപ്മെൻറ്റ് കടന്നു ചെല്ലാത്ത വില്ലേജുകളുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. കേരളം ഒരു ചെറിയ സ്റ്റേറ്റാണ്. ബാക്കിയുള്ള ഇന്ത്യൻ സ്റ്റേറ്റുകളെന്ന് പറഞ്ഞാൽ വലിയ സ്റ്റേറ്റുകളാണ്. ഒരാളിന് മിനിമം ഒരു 5 ഏക്കറിൽ കുറയാത്ത ഭൂമിയുള്ള വ്യക്തികളാണ് ഓരോ അതർ സംസ്ഥാനത്തും ഉള്ളത്. 5 ഏക്കറിൽ നമുക്ക് നമ്മുടെ നാട്ടിൽ ഏക്കർ എന്ന് പറഞ്ഞാൽ നമുക്കറിയില്ല. ഏക്കറുള്ള വ്യക്തികൾ നമ്മുടെ ചില ഡിസ്ട്രിക്റ്റുകളിൽ കാണുമായിരിക്കും. ക്രിസ്ത്യൻസിൻ്റെ കയ്യിലുണ്ട്. പത്തനംതിട്ട അല്ലെ ഇടുക്കി അങ്ങനത്തെ ചില ഏരിയകളിൽ കാണുമായിരിക്കും. ഇവിടെയൊക്കെ നോർത്ത് ഇന്ത്യയിൽ മൊത്തമുള്ള ഓരോ വ്യക്തികൾക്കും ഒരു ഏറ്റവും പാവപ്പെട്ടവൻ എന്ന് പറയുന്ന വ്യക്തിക്ക് പോലും മിനിമം 5 ഏക്കർ കാണുമായിരിക്കും. 5 ഏക്കറിന് ഒരു 1 കോടി രൂപയുടെ ആസ്തി അവർക്കുണ്ട്.
അപ്പോൾ അതൊക്കെ വില്ലേജ് അത്രയ്ക്ക് പറമ്പുകൾ കിടക്കുന്ന സ്ഥലമാണ്. അവിടെ കക്കൂസ് ഇല്ലേലും കുളിമുറി ഇല്ലേലും ഒന്നും കുഴപ്പമില്ല, അവർക്കൊക്കെ വെളിയിൽ പോയി കാര്യം സാധിച്ചു വരാം. സിറ്റിയിലാണ് ഇതൊക്കെ ആവശ്യമുള്ളത്. നമ്മൾ പറയുന്ന മോഡേൺ അതെല്ലാം സിറ്റി ഏരിയയിലും ഉണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും നന്ദഗോവിന്ദം ഭജൻസിനെയും ഒക്കെ സപ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മളോട് ഒന്ന് ആലോചിക്കണം, എന്താണ്, എങ്ങനെയാണ്, എവിടെയാണ് കാര്യങ്ങൾ നടക്കുന്നത്. ലാസ്റ്റ് പ്രശ്നങ്ങളുണ്ടായി ഈ സൗത്ത് ഇന്ത്യയിലുള്ള ബുദ്ധിയുള്ളവന്മാരോട് കരഞ്ഞോടുന്ന ഒരു കാലം വരാതിരിക്കാൻ നമ്മൾ നോക്കുക. ജിഹാദി തീവ്രവാദം നന്നായിട്ട് നടക്കുന്നുണ്ട് സൗത്ത് ഇന്ത്യയിൽ. നോർത്ത് ഇന്ത്യയിലാണെങ്കിൽ അത് വലിയ വിഷയമാക്കി അവർ പരമാവധി അത് നിർത്തലാക്കാൻ നോക്കും. സൗത്ത് ഇന്ത്യയിൽ അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സ്മൃതി പരുത്തിക്കാട് പറയുന്ന നമ്മുടെ തൃശ്ശൂർ പൂരം നടക്കുന്ന ഭഗവാന്റെ സന്നിധാനത്ത് ഇപ്പോഴും വെടിക്കെട്ട് അപകടം ഉണ്ടായി 3 പേര് മരിച്ചെന്ന് പറയുന്നു. അപ്പോൾ അത് നിർത്തലാക്കി കൂടെ എന്ന് പറയുന്നു. അത് വെടിക്കെട്ട് അവിടെ ഒരു അപകട മരണം ഈ പൂരം ആകുന്നതിന് മുമ്പേ അവിടെ ഒരു അപകടം നടക്കാനുള്ള റീസൺ ഏതാ ന്യൂസ് പത്രക്കാർ പോയതാണെന്ന് പറയുന്നു. അവിടെ ചെന്ന് ഏതോ പ്രശ്നങ്ങൾ ഉണ്ടാക്കി ഏതോ ഒരു സംഭവം അവിടെ ചെയ്തിട്ടുണ്ടെന്നാണ് ഇപ്പം മീഡിയകളിലൊക്കെ ഞാൻ കാണുന്നത്. അപ്പോൾ അതൊക്കെ ചെയ്തു വെച്ചിട്ട് അത് ഹിന്ദുസിനെ തറപറ്റിക്കാൻ തറപറ്റിക്കാൻ ഹിന്ദുക്കളാണ് ശ്രമിക്കുന്നത് കേരളത്തിൽ. വേറെ ആരും ശ്രമിക്കാറില്ല കൂടുതലും. അപ്പോൾ ഹിന്ദുസിൻ്റെ മണ്ടക്കോട്ട് കയറാൻ മാത്രമാണ് എല്ലാവരും ശ്രമിക്കുക. ഇപ്പോൾ പത്മനാഭ സ്വാമി ടെമ്പിളിലെ കോടിക്കണക്കിന് വരുന്ന സ്വർണത്തിൻ്റെ മണ്ടക്കോട്ടാണ് എല്ലാവരുടെയും കണ്ണ്. ഇപ്പം മറ്റുള്ളവർ മതസ്ഥരും പറയുന്നത് അവിടെയുള്ള സ്വത്ത് എല്ലാവരുടെയും കാര്യങ്ങൾക്ക് വിനിയോഗിക്കാനാണെന്ന് പറയുന്നത്. എന്തുകൊണ്ട് മറ്റുള്ള പള്ളികളുടെ പണം മറ്റുള്ള കാര്യങ്ങൾക്ക് വിനിയോഗിക്കാൻ പറയുന്നില്ല? അപ്പോൾ ഹിന്ദുവിൻ്റെ മണ്ടക്കോട്ട് കയറാൻ മാത്രമാണ് ശ്രമിക്കുന്നത്. മതേതരന്മാരായ നമ്മുടെ സൗത്ത് ഇന്ത്യയിലെ എല്ലാ വിദ്യാഭ്യാസവും വിവരവും എല്ലാ ഗുണമേന്മയുള്ള ആളുകളെ കരയാതിരിക്കാൻ ശ്രമിക്കുക. നാളെ ഒരു പ്രശ്നം ഒരു അറ്റാക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ രക്ഷപ്പെട്ട് ഓടാൻ ഒരു സ്ഥലമില്ലെന്ന് ആദ്യം മനസ്സിലാക്കുക. നന്ദി, നമസ്കാരം.